ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ഓവർസിയർ ഗ്രേഡ് 3 വിജ്ഞാപനം PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രൊമോഷൻ സാധ്യതകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 2024 ഏപ്രിൽ 1 കാറ്റഗറി നമ്പർ 33/2024 നെയിം ഓഫ് പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് 3 ആണ്. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് ദ ഫേം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 27,200 രൂപ മുതൽ 73,600 രൂപ വരെ ഈ ഒരു പോസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2024 മെയ് 2 ആണ്. അപ്പോൾ PSC വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഇത് വന്നാലുടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊള്ളുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2-year കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോഴ്സിൽ 2 വർഷത്തെ കോഴ്സിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയുള്ള മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അതോടൊപ്പം കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ ഓർ മെക്കാനിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2-year കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അത് 2 വർഷത്തെ കോഴ്സാണ്. ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ആ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 2 വർഷത്തെ കോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാറ്റഗറി നമ്പർ 244/2018 ആയിരുന്നു. ഡേറ്റ് ഓഫ് OMR എക്സാം വന്നിട്ട് 31/7/2021 ആയിരുന്നു. ഡേറ്റ് ഓഫ് ഫിക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 21/4/2022 ആണ്. കട്ട് ഓഫ് മാർക്ക് അന്ന് 65.33 ആയിരുന്നു. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ട് 18/3/2024 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ 819 ആണ്. സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ഡേറ്റ് 20/4/2025 ആണ്. അതുവരെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക ഓവർസിയർ ഗ്രേഡ് 3 ആയിരിക്കും. സോ അടുത്ത പ്രൊമോഷണൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 2 ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓവർസിയർ ഗ്രേഡ് 1 ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചേക്കാം. ഓക്കെ, അതിനുശേഷം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള ടെൻറ്റേറ്റീവ് സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ സിലബസ് പ്രധാനമായിട്ടും 2 പാർട്ടാണുള്ളത്, സിവിലും മെക്കാനിക്കൽ, അങ്ങനെ 2 പാർട്ടുണ്ട്. അതിൽ സിവിലിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായുള്ള ടോപ്പിക്സ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഓട്ടോകാഡ്, സർവേയിങ്. ഇത്രയാണ് സിവിൽ പാർട്ടിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതുള്ള ടോപ്പിക്സ്. പാർട്ട് 2 മെക്കാനിക്കലിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് സയൻസ് മെക്കാനിക്കൽ, പവർ ട്രാൻസ്മിഷൻ, മെഷീൻ ഡ്രോയിങ്, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്, പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൽവ്സ്, മെഷീൻ ടൂൾസ്. ഇത്രയുമാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിനെ പറ്റി നല്ലൊരു ധാരണയായിട്ടുണ്ട്. ഇനി ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്താൽ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ റെഫറൻസ് ബുക്കായിട്ട് പറയുന്നത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിൻ്റെ നിമി ബേസ്ഡ് ബുക്സ് ആണ്. അതുപോലെ സിവിലിന് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിലിൻ്റെ നിമി ബേസ്ഡ് ബുക്സും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കേരള PSC ഡ്രാഫ്റ്റ്മാൻ ഓവർസിയർ മെക്കാനിക്കലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കേരള PSC ഡ്രാഫ്റ്റ്മാൻ ഓവർസിയർ സിവിലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിബി ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം.
നിമി ഡ്രാഫ്റ്റ്മാൻ സിവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ISRO VSSC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ആൻഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ടെക് PSC ഈ ഒരു കോഴ്സിലേക്കുള്ള അതിതീവ്ര പരിശീലന ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. സോ ഈ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെൻറ്ററും ഏറ്റവും മികച്ച ഫാക്കൽറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാമിൻ്റെ തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഡൗട്ട് ക്ലിയറൻസും മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നു. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ ഫുൾ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുൾ മോഡൽ എക്സാം വിത്ത് ഫീഡ്ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ടെക് PSC ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ ഇൻ്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഒരു കോഴ്സ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് വെറും 2999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഫാക്കൽറ്റി ടീമിനെ പരിചയപ്പെടാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകൾ നയിക്കുന്നത് സജീവ് R, M.Tech in മെഷീൻ ഡിസൈനിങ്, B.Tech in മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 11 years of teaching experience and included in more than 25 PSC main list. Aravind R, ME in engineering design, അതുപോലെ B.Tech in mechanical engineering, 10 years of teaching experience and he is also included in various PSC list. Rakesh Chandra, M.Tech in manufacturing engineering, B.Tech in mechanical engineering and 8 years of teaching experience and he is also included in various PSC list. Okay, ഇനി സിവിൽ പോർഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. ഗായത്രി സുജ, M.Tech in structural engineering, B.Tech in civil engineering and 8 years of teaching experience. She is also included in various PSC list. Next, Adira AS, MS in structural engineering, B.Tech in civil engineering. She is also included in various PSC list. Next, Anu, she is having B.Tech honors in civil engineering and she is having more than 4 years of teaching experience in her field. Okay, so ഈ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.